സൂര്യന്റെ ജവന്നാണ് സാർ ഇറാൻ കൃഷി പഠിച്ച് ഇറാൻ കൃഷി വന്നത്. സാർ രാത്രി 1 മണി വരെ 2 മണി വരെ തലയിൽ വെള്ളം കോരി വിദ്യന്ന് പഠിച്ചാണ് സാർ ഇറാൻ കൃഷി വന്നത്. സുഹൃത്തുക്കളെ, PSCക്കാരെ കുറിച്ചിട്ടാണ്, PSCക്ക് പഠിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ്. ഈ ഒരു നിയമനങ്ങൾ, PSC നിയമങ്ങൾ പാർട്ടി അണികൾക്ക് വേണ്ടി മാത്രമായി വീതിച്ച് നൽകിയ 10 വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. മാറ്റത്തിന്റെ പുതുയുഗത്തിന് വേണ്ടി നമുക്കും ഒന്നിച്ച് അണിചേരാമെന്നാണ് ഇതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത് എഴുതി വെച്ചതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. നിങ്ങൾക്ക് ഇലക്ഷന് മാറണം, പിണറായി വിജയൻ മാറണം, അപ്പോൾ മാത്രമാണ് ഇവിടെ PSC നിയമനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത്തരം സംഗതികളൊക്കെ പ്രചരിച്ചിരുന്നത്. ഞാൻ അതെല്ലാം സമ്മതിക്കുന്നു. ഇനി അങ്ങനെ തന്നെ ആയിട്ട് നിങ്ങൾ വിചാരിച്ചത് പിണറായി വിജയൻ ഗവൺമെന്റ് ആരെയും നിയമിച്ചിട്ടില്ല, PSC വഴി നിയമിച്ചിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിരിക്കണം മിക്കവാറും ഒരു ഫോട്ടോ ഇപ്പോൾ പൊന്തി വന്നിരിക്കും. ആ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരിക കൂടി ചെയ്യാം. അതിങ്ങനെയാണ്, ഇതാണ്. എല്ലാവരും അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. വിരമിക്കൽ പ്രായം ഉയർത്തണം, ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രം, ധവളപത്രത്തിൽ നിർദ്ദേശം. VD സതീശൻ മേനോൻ ഗവൺമെന്റ് ഇന്ന് ധവളപത്രം ഇറക്കിയതോടു കൂടിയിട്ട് ഇവിടുത്തെ LDFകാരൊക്കെ സന്തോഷത്തിലാണ്, പിണറായി വിജയൻ സന്തോഷത്തിലാണ്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് 6000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് പറഞ്ഞത്. അത് ശരിയാണ് എന്നാണ് ധവളപത്രത്തിലും പറയുന്നത്. ബാക്കി കേരളത്തിന് കുറെ കടമുണ്ടെന്നൊക്കെ പറയുന്നു. അതാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് കടമുണ്ട്. ഇന്ത്യയുടെ മൊത്തം കടമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കടമെടുക്കുന്നതും മറ്റും നമുക്ക് പരിധിക്കുള്ളിലുള്ള കടമെടുക്കൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല എന്നുകൂടി ഇപ്പോൾ പറയുക. ഈ ഗവൺമെന്റും തുടക്കത്തിൽ തന്നെ 1800ഓളം കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ശരി, സംഗതി അവിടെ കേൾക്കട്ടെ, അതല്ല വിഷയം, യുവാക്കളെയാണ് വിഷയം. ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു മുട്ടുകുത്തി നടക്കുന്ന പിണറായി വിജയനോട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉറക്കമുളച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത് സാറേ, ഞങ്ങൾക്ക് ജോലി തരൂ എന്ന് പറഞ്ഞ് യാചിക്കുന്ന ആ കുട്ടികൾ ഇനി സമരം ചെയ്യുമോ എന്നാണ് ചോദ്യം. കാരണം വിരമിക്കൽ പ്രായം, പെൻഷൻ പ്രായം ഉയർത്താൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അടുത്ത വർഷം വിരമിക്കാനുള്ള ആളുകളെ പ്രായം ഇനി ഉയർത്തുന്നു. ഒരു 5 വയസ്സ് കൂടി ഉയർത്തുന്നു വിചാരിക്കുക. 55 വയസ്സിൽ വിരമിക്കാൻ പോകുന്ന ആള് 60 വയസ്സിലാണ് പിന്നെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുകയുള്ളൂ. ഇങ്ങനെ വിരമിക്കാനുള്ള ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തുള്ള ഒരു ഗുണം എന്ത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഗുണമല്ല, ദോഷമാണ്. അവർക്ക് ഗുണമാണ്, ആ വ്യക്തികൾക്ക് ഗുണമാണ്. 5 വർഷം കൂടി ഈ ഗവൺമെന്റിൽ സർവീസിൽ ജോലി തുടരാം. ഇനി അങ്ങനെ നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, വിരമിക്ക പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിലുള്ള ഗുണം പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ട, പഴയ ആളുകളെ കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ തട്ടി നീച്ചിങ്ങനെ കൊണ്ടുപോകാം. പുതിയ ആളുകൾ നിയമിച്ചു കഴിഞ്ഞാൽ പുത്തൻ സംഭവങ്ങളും മറ്റൊക്കെ ഭയങ്കരമായിട്ടുള്ള ബാധ്യത ഗവൺമെന്റിന് ഉണ്ടാക്കും. അപ്പൊ അതൊരു വലിയ ബാധ്യതയിലേക്ക് എത്താൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. ആ യുവാക്കളെ ചതിക്കുന്നു എന്നല്ല അല്ലേ? ഈ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാകുകയും തങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് വോട്ട് ചെയ്ത ആളുകളെ ചതിക്കപ്പെട്ടു, അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ലേ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അത് അവിടെ കിടക്കട്ടെ എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വരിക, ഒന്ന് ഇതാണ്. ഞങ്ങൾ ജൂനിയർ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരുന്നു വിളിക്കുന്നത്. ഒന്നും ആയിട്ടില്ല, അതെയോ? നമുക്ക് ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ലിസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ യൂണിറ്റിലേക്ക് അത് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും വിട്ടുപോയാതെ അവരുണ്ടെങ്കിൽ പേരൊക്കെ ചേർത്ത് വിടാൻ വേണ്ടി. വേറെ ആശ്രിത നിയമനല്ല, ആക്ച്വലി നമ്മൾ PSC ലിസ്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്. PSC ഒന്നും ആയിട്ടില്ല. ആശ്രിത നിയമനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആശ്രയ നിയമനത്തിന്റെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്? ആശ്രിത നിയമനം മാത്രം. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് തിരിച്ചടി. KSRTCയിൽ അനധികൃത നിയമനത്തിന് നീക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. ഒരു ഉദ്യോഗാർത്ഥി വിളിച്ചു ചോദിച്ചപ്പോൾ ആശ്രിത നിയമനമൊക്കെ കൊടുക്കാം, അതല്ലാത്ത നിയമങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒന്നുകൂടി കേട്ടോ. PSC
PSC മുഖേന നിയമനം ലഭിച്ച സ്ഥിരം ജീവനക്കാരി പുറത്താക്കി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ കീഴിലുള്ള തൃശൂർ ജില്ലാ ഓഫീസിലെ അറ്റൻഡന്റ് ഷബ്നയുടെ നിയമനമാണ് റദ്ദ് ചെയ്തത്. ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനത്തുള്ള NGO യൂണിയൻ നേതാവിനെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റാനായാണ് നടപടിയെന്ന ആരോപണം. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. വിവരങ്ങളുമായി ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. അതായത് കോൺഗ്രസ് നേതാവിന് ഇഷ്ടപ്പെട്ട ഓഫീസിൽ നിയമനം നൽകാൻ വേണ്ടിയിട്ട് PSC വഴി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥിയെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നാണ് വാർത്ത. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും പറയണ്ട, നിങ്ങളും പറയണ്ട, ആരും മിണ്ടണ്ട. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എൻ്റെ പ്രേക്ഷകർക്ക് ഉറപ്പ് തരുന്നു, ഒരാൾ പോലും സമരത്തിനിറങ്ങില്ല. ഇതൊക്കെ സാധാരണ സംഭവം എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളും ഇതൊക്കെ തള്ളിക്കളയും. ഇപ്പൊ തന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൃത്തികേട് ആര് മറുപടി പറയും? വിരമിക്കൽ പ്രായം ഉയർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസമോ അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാലോ 3 വർഷം കഴിഞ്ഞാലോ ജോലി കിട്ടുമെന്ന് ഉറപ്പുമായിട്ട് ഒരു വലിയ മോഹവുമായിട്ട് എത്രായിരം കുട്ടികളാണ്, എത്രായിരം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവരെല്ലാം തലക്കടിക്കുക, അവരുടെ മോഹത്തിന്റെ തലക്കടിക്കുന്ന ഒരു തീരുമാനമല്ല ഈ വരാൻ പോകുന്നത്, ഈ വിരമിക്കൽ പ്രായം ഉയർത്തുക. രണ്ടാമത്, ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രം. അതിന് വേണമെങ്കിൽ നമുക്ക് അപ്ലൗസ് ചെയ്യാം, വേണമെങ്കിൽ എന്നില്ല, അതിന് അപ്ലൗസ് ചെയ്യണം, അഭിനന്ദിക്കണം. ഇപ്പൊ അതിന് അത്യാവശ്യ ശമ്പളം, മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ശമ്പളം ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം, ഉദ്യോഗസ്ഥന്മാർക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ അനാവശ്യമായ ശമ്പളം എന്ന രീതിയിലൊക്കെ ലഭിക്കുന്ന ആളുകൾ നമ്മുടെ അധ്യാപകരാണ്. അത്ര വലിയ കഷ്ടപ്പാടുകളൊന്നും അധ്യാപകർക്കില്ല എന്ന് നമുക്കറിയാം. പലരും കഷ്ടപ്പെടുന്നേ ഇല്ല നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ. കുട്ടികളെ നേരാക്കാനോ ആ സിസ്റ്റം നേരെ വരെ കൊണ്ടുപോകാനോ ആ ഒരു കുഞ്ഞുങ്ങളോടോ സ്കൂളിനോടോ ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന അധ്യാപകർ നമുക്കിടയിലുണ്ട്. 50,000, 60,000, 1 ലക്ഷം, 1.5 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകർ നമുക്കിടയിലുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്നവര് എന്ത് സംഭാവനയാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭാവനയില്ല. അവരെ മക്കളെ വളർത്തുന്നു, ആ മക്കളെ വളർത്തിയിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് BEd എടുപ്പിക്കുന്നു. തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളുകളിൽ അവർക്ക് നിയമനം വാങ്ങിച്ചു നൽകുന്നു. വിവരമുണ്ടോ ഇല്ലയോ എന്നല്ല, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ അവരെ പേഴ്സണലി പറയുന്നൊന്നുമില്ല, എനിക്കറിയാം അവർക്ക് വലിയ വിവരമൊന്നുമില്ല. ക്ലാസ് എടുക്കാനൊക്കെ ഭയങ്കര ബോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ താൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, വലിയ എന്നല്ല, ഒരു 10% പോലും ഗ്രാഹ്യമില്ലാത്ത ഒരാളാണ്. അവർക്കടക്കം പൈസ കൊടുത്തിട്ട്, ഇത്തരം ആളുകളടക്കം പണം കൊടുത്തിട്ട്, പണമുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഇത്തരം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകന്മാരായിട്ട് ചേരുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. എന്ത് പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു, ഒരു പിടുത്തവുമില്ല. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഇങ്ങനെ ചേരുന്ന ആളുകൾക്ക് പിന്നെ കിട്ടുന്നത് ലക്ഷത്തിനടുത്ത് ശമ്പളമാണ്. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നത്? എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാവട്ടെ, വേണ്ടേ? അതെന്താണ് ഇല്ലാത്തത്? എല്ലാം സർക്കാർ ജോലി തന്നെയല്ലേ എന്ന നിലയ്ക്ക് ഒരു ഏകീകൃത ശമ്പള വ്യവസ്ഥ വരിക തന്നെ വേണം. അതിന് എന്തായാലും ഞാൻ കൈയടിക്കുന്നു. 10 വർഷത്തേക്ക് എന്തില്ല, ശമ്പള പരിഷ്കരണം ഇല്ല, വേണ്ട. കാരണം ഇവിടെ ഒരു വിഭാഗം ആളുകളെ മാത്രം ശമ്പളം കൂടി വരികയും എന്നാൽ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തൊരു ശമ്പളമാണ് കൂടി വരുന്നത്? അവരെ കൂലി കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ തന്നെ 1000 രൂപ കൂലി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ ആളുകൾ നോക്കുന്നുണ്ട്. ഈ 1000 രൂപ എന്ന് പറയുന്ന ഒരു മാസം വെച്ച് തട്ടി നോക്കുമ്പോൾ ഇവിടെ മറ്റു ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്ന ശമ്പളത്തിന് അത്ര എത്തുന്നില്ല. അപ്പൊ പറഞ്ഞു വെക്കുന്നത്, ആ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ നന്നു. പക്ഷെ അതേസമയം തന്നെ യുവാക്കൾ, ഇന്നോ നാളെയോ ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്ന യുവാക്കളുടെ തലക്കിട്ടുള്ളൊരു പെട കൂടി ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. ആരൊക്കെ അത് മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഇത് നടപ്പിലായാൽ, അങ്ങനത്തെ പറയാം, ഇത് നടപ്പിലായാൽ, വിരമിക്കൽ പ്രായം ഉയർത്തിയാൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കൊടുക്കും. അവിടെ തുടക്കത്തിൽ മുട്ടുകുത്തി സമരം ചെയ്ത ആളുകൾ ഒന്നുകൂടി മുട്ടുകുത്തേണ്ടി വരും. ഞങ്ങളുടെ ജീവിതമാണ് സാർ ഈ ലിസ്റ്റ്. കരിങ്കല്ല് ചുമന്നാണ് സാർ ഇറാഖ് പഠിച്ച് ഇറാഖ് വന്നത്. സാർ രാത്രി 1 മണി വരെ 2 മണി വരെ തലയിൽ വെള്ളം കോരി വിട്ടിന്ന് പഠിച്ചാണ് സാർ ഇറാഖ് വന്നത്.
ആ കിടക്കുന്നതും ആ നടക്കുന്നതും ആ സങ്കടത്തോടുള്ള ഡയലോഗുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നടപ്പിലാക്കണമെങ്കിൽ ഇവർ ഇനിയും ബുദ്ധിമുട്ടേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.